നിങ്ങൾ വിചാരിക്കുക ഇന്ന് എനിക്ക് വരുമാനം വേണ്ട, അല്ലെ ഈ ആഴ്ച എനിക്ക് വരുമാനം വേണ്ടാന്ന് തീരുമാനിച്ചാൽ പോലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം തരുന്ന കമ്പനിയുടെ പേരാ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വരുമാനം വേണ്ടാന്ന് വിചാരിച്ചാൽ പോലും വരുമാനം അക്കൗണ്ടിലേക്ക് എത്തും. കാരണം നിങ്ങളെ കാട്ടും ആവശ്യക്കാരായിട്ടുള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്യുന്നിടത്തിലാണ് നിങ്ങളെ ബിസിനസിന്റെ ഗ്രോത്ത്. എന്റെ മുമ്പിൽ ഏത് സുപ്രീം കോടതി ജഡ്ജി വന്നാലും ഞാൻ അയാളോട് ബിസിനസ് പറയും. അല്ലെങ്കിൽ എനിക്കതിന്റെ നെഗറ്റീവ് വശം അയാൾ പറഞ്ഞു തരണം. പോലീസുകാരോട് പറയാം. എന്റെ ടീമിൽ പോലീസുകാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, വക്കീലന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, പല ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ള ചങ്കൂറ്റം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ 100% വിശ്വാസം. ബാങ്കിൽ ഞാൻ മരിച്ച് പണിയെടുത്താൽ കിട്ടുന്ന ശമ്പളവും ഇൻസെന്റീവും കൂടിയ സാധനമാണ് 35,000 ഒരു മാസം. അത് MI ലൈഫ് എന്ന് പറയുന്ന കമ്പനി ആഴ്ച വരുമാനമായിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് എത്തുന്ന സമയത്ത് ബാങ്ക് റിസൈൻ ചെയ്ത് ഈ മേഖല ഫുൾ ടൈമറായി. നമ്മൾ ചെയ്യുന്നൊരു ചാരിറ്റി ഉണ്ടെന്ന് 100% വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 100%. നമ്മൾ കൊടുക്കുന്ന പേസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏത് കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. യാതൊരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത, ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഇല്ലാത്ത ഒരു പേസ്റ്റ്. അതേപോലെ തന്നെ സോപ്പ്, അതേപോലെ തന്നെ ഹെയർ ഓയിൽ, അതേപോലെ തന്നെ ഷാമ്പു. നിങ്ങളെ ലീഡർമാരും നിങ്ങളെ കൂടെ വന്ന ആളുകളും അവർ സീരിയസ് ആയി ബിസിനസ് മനസ്സിലായി സീരിയസ് ആയി ബിസിനസ് ഏറ്റെടുത്ത് ബെൻസിലും BMW പോകുമ്പോ നിങ്ങളെ മക്കൾ ചോദിക്കൂ, ബാപ്പ നിങ്ങൾ എന്ത് പിണ്ണാക്ക് നോക്കി നിന്നായിരുന്നു? ചോദിക്കും നിങ്ങളോട്. യാതൊരു സംശയമില്ല. അങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറയാണ് മുമ്പിലുള്ളത്. അങ്ങനെ പഠിച്ചു വരുന്ന തലമുറയാ. നിങ്ങളെടുത്ത് കിട്ടിയില്ല അതിനോ ഈ സാധനമോ, നിങ്ങളെന്ത് ചെയ്ത് നിങ്ങളെവിടേക്കാ നോക്കിയെന്ന്? നിങ്ങളെ കൂടെ വന്നവരൊക്കെ ഒന്ന് സഞ്ചരിക്കുന്ന വണ്ടി കണ്ടോ? നിങ്ങളെ കൂടെ വന്നവരൊക്കെ ഒന്ന് താമസിക്കുന്ന വീട് കണ്ടോ? വാപ്പ ഞാൻ നിങ്ങളെ മോനായി ജനിച്ചോണ്ടല്ലേ, നിങ്ങൾ ഇങ്ങനെ ഒരു മൊയന്തായി പോയതുകൊണ്ടല്ലേ എന്ന് പറയൂ. ഒരു സംശയമില്ലാത്ത കാര്യത്തിൽ. ഈ ബിസിനസ് വളരെ സീരിയസ് ആയി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. ഈ ബിസിനസ് ഒരു ഫുൾ ടൈം കരിയറും ലൈഫ് ടൈം കരിയറും പാർട്ട് ടൈം ഒക്കെ ചെയ്യുന്ന പലതരം ആളുകളുണ്ടാവും. അപ്പോൾ എന്റെ എക്സ്പീരിയൻസ് മുമ്പ് കേട്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. എക്സ്പീരിയൻസ് എന്താ നമുക്ക് മാറ്റി പറയാൻ പറ്റില്ലല്ലോ. എക്സ്പീരിയൻസിന്റെ പറയാം. അപ്പൊ പഴയ ആളുകൾക്ക് ബോറടിക്കരുത്. ഒരു പക്ഷെ ഞാനൊക്കെ ഒരു എക്സ്പീരിയൻസ് കേൾക്കുന്ന സമയത്ത് അത് വീണ്ടും വീണ്ടും കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചില ടിപ്സുകൾ നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ടാവും എന്ന് കരുതുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ സ്വദേശം ബാലുശ്ശേരിയാണ്. ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പേ ഒരു ബാങ്കിലായിരുന്നു, ഒരു പ്രൈവറ്റ് ബാങ്കിലായിരുന്നു. പല ആളുകളും വിചാരിക്കുന്നത് പോലെ നമ്മള് ഇഷ്ടപ്പെട്ട് ഈ ബിസിനസ്സിലേക്ക് വന്നതല്ല, നേരെ മറിച്ച് നിർബന്ധിക്കപ്പെട്ട് വന്നത്. ഇതിൽ ഭൂരിഭാഗം ആളുകളും വന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും. ഇപ്പോൾ 4-5 രീതിയിൽ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകളുണ്ട്. നമ്മൾ ട്രെയിനിങ്ങിലൊക്കെ പഠിക്കാറുണ്ട്. അതായത് നിർബന്ധപ്രകാരം വരുന്ന ആളുകൾ, അതേപോലെ തന്നെ ഇമോഷണൽ ജോയിനിങ്, 2,10,000 ഒന്ന് കേട്ടിട്ട് വരുന്ന ആളുകൾ, അതേപോലെ തന്നെ കടപ്പാടിന്റെ പുറത്ത് വരുന്ന ആളുകൾ, പൈസ വായ്പായി കൊടുത്തു അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു ഘട്ടത്തിൽ സഹായിച്ചു, അപ്പൊ അതുകൊണ്ട് ഉമ്മർ സാറ് പറഞ്ഞാൽ തള്ളാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ പിന്നെ എഡ്യൂക്കേഷണൽ ജോയിനിങ്, അതായത് ഇതിനെ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ് വേ ഓഫ് ജോയിനിങ് മനസ്സിലാക്കിയിട്ട് ഈ ബിസിനസ് ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ സാധ്യത മനസ്സിലാക്കിയിട്ട് വരുന്ന ആളുകൾ. ഇങ്ങനെ പല ടൈപ്പിലും ആളുകൾ ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരു 90% ആളുകളും വന്നിട്ടുണ്ടാവുക, അല്ലെ ഒരു 95% ആളുകളും വന്നിട്ടുണ്ടാവുക നിർബന്ധപ്രകാരം, അല്ലെ സ്വൈര്യക്കേട് കൊണ്ടാണ്. ഇങ്ങനെ തന്നെയാണ് ഞാനും വന്നിട്ടുള്ളത്. എന്നെ ഈ ബിസിനസ് കൊണ്ടുവന്നുള്ള എന്റെ ബന്ധു, എന്റെ അയൽവാസിയാണ്, അദ്ദേഹം എന്റെ ബന്ധു കൂടി. അപ്പം ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ലീഡർമാരെ കൂട്ടി എന്റെ വീട്ടിൽ വരുന്ന സമയത്ത് എനിക്കൊരു മുൻവിധി ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാല് പ്രസാദ് സാർ എന്തിനോ ഒന്ന് പെട്ടിട്ടുണ്ട്. അപ്പൊ ഒരു കാരണവശാലും അതിൽ പോയി കുടുങ്ങാൻ പാടില്ല. ഒരു ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി പലതും പറയും. ആ ബ്രെയിൻ വാഷിലൊന്നും വീണ് പോകരുത്. ഇങ്ങനെയാണല്ലോ പുതിയൊരാളെ കാഴ്ചപ്പാടുണ്ടാകും. ഇപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള ആളുകൾ ഫീൽഡിൽ ഉണ്ടാവും, ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ ലിസ്റ്റിലുണ്ടാവും, ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങളെ കുടുംബത്തിലുണ്ടാവും. ആളുകൾ ഒരു 90% ആളുകൾ ചിന്തിക്കുക എങ്ങനെയാണ്, മൈലേഴ്സിൽ മനസ്സിലാക്കിയിട്ട് കടന്നു വരുന്ന ആളുകളല്ല. നേരെ മറിച്ച് ഇതെന്തൊരു മണി ചെയിൻ പോലുള്ള സംഗതിയാണ്, ഇത് ആളെ ചേർക്കുന്ന സംഗതിയാണ്.
അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൽ കുടുങ്ങരുത് എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ അടുത്തേക്കാണ് നിങ്ങൾ ബിസിനസ് അയച്ചില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കമഴ്ത്തി വെച്ച പാത്രത്തിന്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഉണ്ടാവും നിങ്ങൾ ബിസിനസ് പറഞ്ഞാൽ. നേരെ മറിച്ച് ആദ്യം ചെയ്യേണ്ട ആ പാത്രം മലർത്തി വെക്കാനുള്ള പണിയാണ്. ആദ്യം ചെന്നിട്ട് നമ്മളെ സുഹൃത്തിന്റെ അടുത്ത്, നമ്മളെ ബന്ധുവിന്റെ അടുത്ത്, നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായി. പക്ഷെ ആ ഏറ്റവും വേണ്ടപ്പെട്ട ആളെടുത്ത് ചെന്നിട്ട് ഇതാ ഞാൻ ചെയ്യുന്നു, മൈലേഷൽ കമ്പനി ഇതിങ്ങനെയാണ്, എലമെന്റ്സ്, ഓണേറ്റോണ്, ആഹാരം എന്നൊക്കെ എടുത്ത് വിളമ്പി ആഴ്ചയിൽ 450 മുതൽ 2,10,000 കിട്ടുമെന്നൊന്നും വിളമ്പാൻ പോകരുത് എന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ? അയാളെ പാത്രം ആദ്യം മലർത്താൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അയാൾ റിജക്ഷൻ മൈൻഡ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾ എങ്ങനെ ഒഴിവാക്കാം? നിങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട ചങ്ങായിയാണ്, പക്ഷെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി പറ്റും. കാരണം എന്താ? ഇത് എന്തോ ഒരു തട്ടിപ്പായിട്ട് ഇപ്പം വന്ന് ഇവരെന്തിനോ ഒന്ന് കുടുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ അടുത്തേക്ക് നിങ്ങൾ ഇതെന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞുതരാം. ഞാനും ഉമർ ഉസ്താദൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. 2-3 വർഷമായി ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. തിരിഞ്ഞും മറിഞ്ഞും നോക്കിയിട്ട് സത്യത്തില് ലോകത്തെ ഏറ്റവും നന്മയുള്ള ലോകത്ത് എന്താ പറയാ ഏറ്റവും നല്ല പിന്നെ ഒരാളെയും പറ്റിക്കാത്ത, ഒരാളെയും ചതിക്കാത്ത, ഒരു കളവില്ലാത്ത ഒരു ബിസിനസ് ഞാൻ ഉമർ ഉസ്താദൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് മൈലേഷനിൽ കണ്ടിട്ടുള്ളൂ. അത് ഞങ്ങളിത് ചെയ്യുന്നുണ്ടല്ല പറയുന്നത്. പക്ഷെ ഇതിന്റെ ഒരു നെഗറ്റീവ് കണ്ടില്ല. ഞാൻ പറഞ്ഞില്ല, എന്റെ മുമ്പിൽ ഏത് സുപ്രീം കോടതി ജഡ്ജി വന്നാലും ഞാൻ അയാളോട് ബിസിനസ് പറയും. അല്ലെങ്കിൽ എനിക്കതിന്റെ നെഗറ്റീവ് വശം അയാൾ പറഞ്ഞു തരണം. പോലീസുകാരോട് പറയാം. എന്റെ ടീമിൽ പോലീസുകാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, വക്കീലന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, പല ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ള ചങ്കൂറ്റം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ 100% വിശ്വാസം, 100% വിശ്വാസം. അപ്പൊ അതുകൊണ്ടാണ് പറയാൻ പറ്റും. അപ്പൊ ഞാനൊരു 3 വർഷം മുന്നേ ഈ റിജക്ഷൻ മൈൻഡ് ആയിട്ട് ഇരുന്ന ആളാണെന്ന് വന്നായിരുന്നു ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ ഫീൽഡിൽ കാണും. നേരെ വെച്ചത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആരോടും ഈ ബിസിനസ് പറയും, ഏത് പടച്ചനോടും പറയാം. അപ്പോ ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള ആളുകളാണ് 90% നിങ്ങളെ ലിസ്റ്റ് കാണാം. ഇങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ പാത്രം പാത്രം മലർത്തി വെക്കാതെ ബിസിനസ് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ ആദ്യം പാത്രം മലർത്താനുള്ള ഒരു സ്ട്രാറ്റജി, ഒരു തന്ത്രം, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിച്ചോളുക. ആ സാഹചര്യം അനുസരിച്ച് എന്താണ് ഈ കച്ചവടം എന്നൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആക്കി എന്ത് ചെയ്യുക, കാര്യങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ ഞാൻ തുടക്കത്തിൽ എങ്ങനെയുണ്ട് ഇവരെ ഒഴിവാക്കാൻ എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ വന്നു, വീട്ടിൽ വന്നു, ബിസിനസ് പറഞ്ഞു, പ്ലാൻ പറഞ്ഞു. എന്റെ ഉള്ളിലേക്ക് ഇതൊന്നും കയറുന്നില്ല. എന്റെ ഉള്ളിൽ ഒറ്റ ചിന്താഗതിയുള്ള പ്രസാദ് സാറിനെ എങ്ങനെ ഒഴിവാക്കും. അവർ പ്ലാനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സാറേ അയ്യോ ഞാനില്ല. ഇങ്ങനെയാണല്ലോ കൂടുതൽ ആളുകളും പറയാ. നിങ്ങൾ ബിസിനസ് പറയുമ്പോഴേക്കും ഓ ഞാൻ റെഡി എന്ന് പറഞ്ഞ ആളുകൾ വളരെ കുറവായിരിക്കല്ലോ. ഞാനില്ല, റിജക്ട് ചെയ്യുന്ന ആളുകളല്ല, അതുപോലെ തന്നെ റിജക്ട് ചെയ്ത. ഇങ്ങനെ 4-5 പ്രാവശ്യം ഫോളോ അപ്പിന് വന്ന സമയത്തും ഞാൻ പ്രസാദ് സാർ ഇക്കാര്യം പറഞ്ഞ് ദയവ് ചെയ്ത് വീട്ടിലേക്ക് വരരുത്, നിങ്ങളാണെന്റെ എന്താ ചെയ്യുക, എന്റെ പട്ടി പോകും പറയും. 2ാമത്തെ പ്രാവശ്യം കൂടെ എന്റെ പട്ടി പോകും. ഇങ്ങനെ പറയുന്ന ആളുകളാണ് കൂടുതലുള്ളൂ. പക്ഷെ പ്രസാദ് സാറിന് ഈ ബിസിനസ് അറിയുന്നതുകൊണ്ടും ഞാൻ എന്തുകൊണ്ട് റിജക്ട് ചെയ്തതെന്ന് മനസ്സിലായത് കൊണ്ടും അദ്ദേഹം വീണ്ടും 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 ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് എന്നിലൂടെ ഇന്ന് അദ്ദേഹത്തിന് വന്ന ബിസിനസ് ഏകദേശം 2 ID ഞാൻ STC ആണ്, ഡബിൾ ID STC ആണ്. ഇന്ന് ഏകദേശം ക്യാഷ് നോക്കുന്ന സമയത്ത് ഒരു 2.25 കോടിയുടെ ടേൺ ഓവർ എന്നിലൂടെ അദ്ദേഹത്തിന് കിട്ടി, എന്നിലൂടെ. ഓക്കെ. അപ്പോ നിങ്ങൾ ഒരാൾ റിജക്ട് ചെയ്യുമ്പോഴേക്ക് അത് നിങ്ങൾ ഇനി ഞാൻ അവിടേക്ക് പോവുകയില്ല, ഇനി ഞാൻ ഇതും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലല എന്നൊക്കെ തീരുമാനിക്കാന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ബിസിനസ് എന്നല്ല ഒരു മേഖലയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും, ഒരു മേഖലയിൽ. അപ്പൊ ഫോളോ അപ്പ് എന്ന് പറയുന്ന സംഗതി വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രധാനം. നിങ്ങൾ ഈ സ്നേഹിക്കുന്ന, പ്രേമിക്കുന്ന ആളുകൾ കണ്ടില്ല, അവരെ ഫോളോ അപ്പ് എങ്ങനെ? ഞാൻ എല്ലാ ട്രെയിനിങ്ങിലും ഞാൻ ഉദാഹരണം പറയലുണ്ട്. അതായത് നമ്മള് പഴയ കാലത്ത് ഇപ്പൊ കാലഘട്ടത്തിലൊക്കെ കാണാൻ പണിയാണ്. നമ്മള് പഴയ കാലഘട്ടത്തിലൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ കുറെ പൂവാലന്മാരൊക്കെ കാണും, കുറെ കമുകന്മാരെ കാണാം. അപ്പോ സത്യത്തില് ആ ഒരു പുരുഷൻ അപ്പോ ഒരു കുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു. ആ കുട്ടി ഏത് ബസ്സിൽ കയറുന്നു, അയാളെ ഫോളോ അപ്പ് ശ്രദ്ധിക്കണം. ഏത് ബസ്സിൽ കയറുന്നു, ഏത് സ്റ്റോപ്പിൽ ഇറങ്ങുന്നു. ഒരു പക്ഷെ 2 വീലർ ഉണ്ടെങ്കിൽ ആ ബസ്സിന്റെ പുറകെ പോയി 2 വീലർ കൊണ്ട് പുറകെ പോയി ആ ഏത് സ്റ്റോപ്പിൽ ഇറങ്ങുന്നു,
എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി, അവള് ഏത് വീട്ടിൽ ആരെ മോളാണ് എന്ന് മനസ്സിലാക്കി, അവർക്ക് ആങ്ങളമാരുണ്ടോ എന്ന് മനസ്സിലാക്കി, തല്ലുകൊള്ളാനായിട്ടുള്ള ആളുകളുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി, അങ്ങനെ സാഹചര്യം അനുസരിച്ച് അവളോട് ഇഷ്ടമാന്ന് പറയുന്നു. ഇഷ്ടമാന്ന് പറഞ്ഞ് അടികൊണ്ടു, സ്പോട്ടിൽ അടികൊണ്ടു, മുഖത്തടി പറ്റി. പക്ഷെ ആ അടി പറ്റിയാലും ഒടുക്കത്തെ ഒരു തലക്കി പിടിച്ച പ്രേമാണ് എന്നുണ്ടെങ്കിൽ ഇയാൾ എന്ത് ചെയ്യല, ഒരു കാരണവശാലും വീട്ടില, വീണ്ടും ഫോളോ അപ്പ് ചെയ്യും, വീണ്ടും ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെ അവള് ഇഷ്ടമാണെന്ന് പറയുന്നവരെ ഫോളോ അപ്പ് ചെയ്യും. മനസ്സിലാവും? ഈ ഒരു ഫോളോ അപ്പ്, ഞാൻ പറയുന്നത് പ്രേമിക്കണമെന്നല്ല, ഈ ഒരു ഫോളോ അപ്പ് ആണ് സത്യത്തിൽ എന്തുകൊണ്ട് ഇതിൽ വിജയിക്കാൻ വേണ്ടി, ഇതിൽ നല്ല ഏത് ബിസിനസ്സും വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ്. അടികൊള്ളുമെന്നല്ല പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ട് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാവും. ചടങ്ങ് തീർക്കും പോലെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാവും. അപ്പൊ ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ എന്നെയൊക്കെ ഫോളോ അപ്പ് ചെയ്തതാണ്, അതാ ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ എന്തെങ്കിലും ആവട്ടെ, സ്വൈരക്കേട് തീരട്ടെ എന്ന് വിചാരിച്ച് പ്രസാദ് സാറിന് എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു, എനിക്ക് വേണ്ടിയിട്ട് അമ്മയാണ് 1000 രൂപ അഡ്വാൻസ് എടുത്തു കൊടുക്കുന്നു. 1000 രൂപ അഡ്വാൻസ്. അപ്പോഴും ഞാൻ ഈ ബിസിനസ്സിനോട് താല്പര്യം. അങ്ങനെ നിർബന്ധപ്രകാരം വീണ്ടും എന്ത് ചെയ്തു, പിന്നെ പിറ്റേന്നേക്ക് കുറച്ച് പൈസ അറേഞ്ച് ചെയ്തു. കയ്യിൽ പൈസ അല്ല. ഇപ്പൊ നിങ്ങള് ഫീൽഡിൽ പോയാൽ കാണുക, പൈസ മേശയിൽ വെച്ച ആളുകളല്ല ഭൂരിഭാഗവും കാണുക, പൈസ അറേഞ്ച് ചെയ്യാനുള്ള ആളുകളെയാണ്. അങ്ങനെ പൈസ അറേഞ്ച് ചെയ്ത ഒരാളാണ്. എന്നെ കൊണ്ട് അങ്ങനെ അറേഞ്ച് ചെയ്യിച്ചു എന്റെ ലീഡേഴ്സ്. അങ്ങനെ ഒരു ഹോം ഷോപ്പ് എടുത്തു, 19,000 രൂപേന്റെ പ്രോഡക്റ്റ് എടുത്തു, സ്റ്റാർട്ട് ചെയ്തു. അപ്പോ ചിന്തിച്ചത്, എനിക്ക് ഈ പറഞ്ഞ 2,10,000 വേണം എന്നുള്ള ചിന്തയൊന്നുമില്ല, അത് കിട്ടുകയില്ല എന്ന് പറയാ. നിർബന്ധപ്രകാരം കൂടി കുറച്ച് പ്രോഡക്റ്റ് എടുത്തു. ഇതിന്റെ 1-2 മീറ്റിങ്ങുകളോ പങ്കെടുത്തതിന് ശേഷമാണ് ഞാൻ ഒരു 50,000 രൂപേന്റെ പ്രൊഡക്റ്റ് എടുക്കുന്നത്. അങ്ങനെ എന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ചു. അങ്ങനെ വന്നത് കുറച്ച് ആളുകളാണ്. ആ കുറച്ച് ആളുകൾക്ക് ഇവർ വന്ന്, ലീഡേഴ്സ് വന്ന് ബിസിനസ് പറഞ്ഞു കൊടുത്തു. അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ നല്ല കോൺഫിഡൻസ് കൊടുത്തു. ഇപ്പൊ നിങ്ങളെ വീട്ടിൽ ഹോം മീറ്റിംഗ് നടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഹോം ഷോപ്പിംഗ് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലീഡേഴ്സ് ബിസിനസ് പറഞ്ഞതിന് ശേഷം സംസാരിക്കേണ്ട വ്യക്തി നിങ്ങളാട്ടോ. അതിന് ഭയങ്കര റിസൾട്ട്. ലീഡേഴ്സ് ബിസിനസ് പറഞ്ഞാലും നിങ്ങൾ അവിടെ കോൺഫിഡൻസ്, ബിലീഫ്, വിശ്വാസം നിങ്ങൾ കൊടുക്കണം. നിങ്ങളെ ബന്ധുക്കളും നിങ്ങളെ സുഹൃത്തുക്കളേക്ക് വന്നിട്ടുണ്ടാവുക. അവിടെ ഉമർ ഉസ്താദ് വന്ന് ട്രെയിനിങ് എടുത്തോണ്ടോ, റഷീദ് സാറ് വന്നിട്ട് ട്രെയിനിങ് എടുത്തോണ്ടോ, അല്ലെ മറ്റു ലീഡേഴ്സ് വന്നിട്ട് ട്രെയിനിങ് എടുത്തോണ്ടോ മാത്രം കാര്യമില്ല. അവിടെ നിങ്ങളെ വിശ്വാസം എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പൊ ഞാൻ എന്റെ ബന്ധുക്കളോട് സുഹൃത്തുക്കളോട് പറഞ്ഞ സൂപ്പർ പ്രൊഡക്റ്റാണ്, അടിപൊളി പ്രൊഡക്റ്റ്. എനിക്ക് റിസൾട്ടാണ്, അമ്മയ്ക്ക് റിസൾട്ടാണ്, പക്കയ്ക്ക് റിസൾട്ടാണ്, എന്റെ അയൽവാസിക്ക് റിസൾട്ടാണ്, ഒക്കെ റിസൾട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം എനിക്ക് വേണ്ടി വാങ്ങി ഉപയോഗിക്കുക. നല്ലതാണെ വീട്ടിൽ വാങ്ങുക, എന്നിട്ട് നിങ്ങൾ പഴയ സാധനം തന്നെ വാങ്ങിക്കൊള്ളു, കുഴപ്പമില്ലല്ലോ. ഓക്കെ. അപ്പൊ ആ രീതിയിൽ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. അങ്ങനെ കുറച്ച് ആളുകൾ കൂടി സത്യത്തിൽ ഈ ബിസിനസ് തുടങ്ങിയത്. അങ്ങനെ ആദ്യത്തെ വരുമാനം 450 രൂപ അക്കൗണ്ടിലേക്ക് കയറി. ഇതിപ്പോ എന്നെക്കാട്ടും വരുമാനം കയറിയ, ഫസ്റ്റ് ഇൻകം കയറിയ ആളുകളൊക്കെ എന്നെ ഒരു പക്ഷേ കേൾക്കുന്നുണ്ടാവും. എനിക്ക് ആദ്യം കയറിയ വരുമാനം 450 ടാക്സ് കഴിച്ച് 410 രൂപ. പക്ഷെ ബാങ്കിൽ നിന്ന് ഒരു 35,000 രൂപ ശമ്പളം മാത്രമേ അക്കൗണ്ടിലേക്ക് കയറലുണ്ടായിരുന്നു. അതിന്റെ പുറമെ ഒരു എക്സ്ട്രാ വരുമാനം. ഏത് സമയത്ത്? ലോക്ക്ഡൌൺ സമയത്ത് ശമ്പളം നിന്ന് കിടക്കുകയാണ്. ആ സമയത്ത് എക്സ്ട്രാ ഒരു വരുമാനം അക്കൗണ്ടിലേക്ക് 450 രൂപ, 410 രൂപ ടാക്സ് കഴിച്ചു. അവിടെ വിശ്വാസമാണ് 2,10,000 വാങ്ങാൻ പറ്റും. കാരണം ഞാൻ അത്യാവശ്യക്കാരനാണ്. അത്യാവശ്യക്കാരനല്ലായിട്ടല്ല ഇതിനെ റിജക്ട് ചെയ്തത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള എന്നെ പോലുള്ള ലയബിലിറ്റി ഉള്ള, കടങ്ങളുള്ള, പ്രശ്നങ്ങളുള്ള, ബാധ്യതകളുള്ള ആളുകളൊക്കെ ഒരു പക്ഷേ ഇതിനെ റിജക്ട് ചെയ്യും. കാരണം മനസ്സിലാവാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു മുൻവിധി ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അതിനെ മാറ്റാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കൂടും. ആ മുൻവിധിനെ മാറ്റാൻ നിങ്ങൾക്ക് തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കൂടും. കാരണം അത്യാവശ്യക്കാരായിട്ടുള്ള ആളുകളാണ്, പണത്തിന് ആവശ്യമില്ലാത്ത ആരുമില്ല. അപ്പൊ അങ്ങനെ കുറച്ച് ലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള എക്സ്ട്രാ വരുമാനം വന്ന സമയത്ത് ഇതൊന്നും ഉഷാറാക്കി ചെയ്യണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എന്റെ ബന്ധുക്കളിലൂടെ, സുഹൃത്തുക്കളിലൂടെ കൂടെ, എനിക്ക് വേണ്ടപ്പെട്ടവരിലൂടെ, ഞാൻ പറഞ്ഞാൽ തള്ളാത്ത കുറച്ച് ആളുകളിലൂടെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അവരിലൂടെ എന്ത് ചെയ്തു, ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ആഴ്ച വരുമാനം 1000 എന്നുള്ളത്, 450 എന്നുള്ളത് 1000, 2000, 5000
10,000 25,000 ഒക്കെ ആയി മാറി 35,000 കിട്ടി എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ഞാൻ മരിച്ച് പണിയെടുത്താൽ കിട്ടുന്ന ശമ്പളവും ഇൻസെന്റീവും കൂടിയ സാധനമാണ് 35,000 ഒരു മാസം. അത് MI ലക്ഷൻ എന്ന് പറയുന്ന കമ്പനി ആഴ്ച വരുമാനമായിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് എത്തുന്ന സമയത്ത് ബാങ്ക് റിസൈൻ ചെയ്ത് ഈ മേഖല ഫുൾ ടൈമറായി. പിന്നെ വിശ്വാസം വന്നു, പ്രവർത്തിച്ചാൽ മതിയല്ലോ. പ്രവർത്തിക്കാതെ 5 പൈസ കിട്ടുന്ന ഒരാൾ വിചാരിക്കരുത്, 5 പൈസ കിട്ടില്ല. ഈ ബിസിനസ്സിൽ എല്ലാ ആളുകളും വിജയിക്കാത്തതിന് കാരണം അത് ഞാൻ പറഞ്ഞുതരാം. നന്നായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. എന്നെ കണ്ടിട്ട്, എന്റെ പ്രവർത്തനം കണ്ടിട്ടാണ് എന്റെ ടീം, എനിക്കൊരു ടീം വന്നിട്ടുള്ളത്. ആ ടീം കൂടെ ശക്തമായിട്ട് പ്രവർത്തിച്ചു. എന്റെ ഇന്നയാൾക്ക് വരുമാനം കയറില്ലോ, ഇന്നയാൾക്ക് വരുമാനം കയറില്ലോ എന്നൊന്നുള്ള ചിന്തല്ല. ആരാണോ കൂടെ ഓടുന്നത് അവന്റെ കൂടെ ശക്തമായിട്ട് ഓടാൻ തയ്യാറായി. അങ്ങനെ ഓരോരോ റാങ്കിലും പെർഫോമൻസ് അടിച്ചുകൊണ്ട് ഇന്ന് കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ റാങ്കിൽ എത്താൻ സാധിച്ചു. ഒരു ഐഡിയ അല്ല, 2 ഐഡി. അപ്പൊ 2 ഐഡി കൂടി എന്ത് ചെയ്യുന്നുണ്ട്, വരുമാനം വാങ്ങുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഒരു പക്ഷെ 3 ഐഡി ഉണ്ടാവാം. തുടക്കത്തിൽ ഒരു പക്ഷെ നിങ്ങൾ ഈ 3 ഐഡിന്റെ പണിയൊന്നും തുടങ്ങണ്ട, 2 കാലമിൽ നിൽക്കുക, 3 കാലമിലേക്ക് ആവാം, 4 കാലമിലേക്ക് ആവാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. എന്തായാലും ഹയസ്റ്റ് ഇൻകം 1,10,000 വരെ വീക്കിലി ഇൻകം വാങ്ങിക്കാൻ പറ്റി. അപ്പോ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സീരിയസ് ആകുന്ന സമയത്ത് കുറെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും കേട്ടോ. ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ അതാണ്. ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവുക എന്നല്ല. ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ബിസിനസ് വിജയിക്കാനാവില്ല. നിങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടോ, നിങ്ങൾ ഇന്ന ഇതിൽ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നൊന്നും കമ്പനി ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവുക. ആ ആഗ്രഹങ്ങൾ ഒരു ഗോളാക്കി സെറ്റ് ചെയ്യാൻ പറ്റും, ഒരു ലക്ഷ്യമാക്കി സെറ്റ് ചെയ്യുക. എനിക്ക് ഇത്ര കാലത്തിനുള്ളിൽ അത് നേടണം, ഇന്ന കാലത്തിനുള്ളിൽ അത് നേടണം എന്നുള്ള അല്ല. ഇപ്പോ ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു വീടാക്കി സ്വപ്നം, ആ വീട് ഒരു 60 വയസ്സിന് ശേഷം ഒരു വീട് ഉണ്ടാക്കിയൊരു കാര്യമുണ്ടോ? ഒന്ന് ജീവിതം ആസ്വദിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വീടൊക്കെ ഏത് പ്രായത്തിൽ കിട്ടണം? അപ്പൊ ഒരു 10 50 വർഷം അധ്വാനിച്ചാൽ നേടാൻ പറ്റാത്തത് 2 3 വർഷം കൊണ്ട് നേടാനാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അല്ലെ ഡയറക്ട് സെല്ലിങ്ങും, അല്ലെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒക്കെ ആളുകൾ ചൂസ് ചെയ്യുന്നു. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഒരു തലമുറ, ഇത് പഠിച്ചു വരുന്നൊരു തലമുറ ചൂസ് ചെയ്യുന്നത് അതിനാണ്. അപ്പൊ നിങ്ങൾ ഒരു 50 വർഷമോ 60 വർഷമോ അധ്വാനിച്ചാൽ നേടാൻ പറ്റാത്തത് ഒരു 3 5 വർഷം കൊണ്ട് ഇവിടെ നേടാൻ പറ്റും. കാരണം ഇവിടെ മാൻ പവർ ആണ് മൾട്ടിപ്പിൾ ചെയ്യുന്നത്. അപ്പോ മാൻ പവർ മൾട്ടിപ്പിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും ലിസ്റ്റ് ഉണ്ടാക്കി നിർബന്ധമായിട്ടും അവരിലേക്ക് വളരെ പെട്ടെന്ന് ബിസിനസ് പറയുന്ന ആളുകൾ അതിൽ വിജയിക്കുന്നത്. അയ്യോ എന്റെ മാമനുണ്ട്, മാമനോട് പറയാം, മാമനോട് ഞാൻ മാത്രം അല്ലെങ്കിൽ എന്റെ കൂടെ മാമൻ ബിസിനസ്സിന് വരൂ, അതിൽ യാതൊരു സംശയമില്ല, അവിടെ ഏത് പടച്ചും പോയി പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ വിഡ്ഢികളെ സ്വർഗത്തിലാണ്. ഈ മാമൻ ഒരു പക്ഷെ നിങ്ങൾ മരുമോളായിരിക്കാം, മരുമകനായിരിക്കാം, പക്ഷെ മാമന് വേണ്ടപ്പെട്ട ചില ആളുകൾ MI ലൈഫ്സ്റ്റൈൽ ചെയ്യുന്നുണ്ടാവാം. അവര് വന്ന് പറഞ്ഞാൽ മാമന് തള്ളാൻ പറ്റില്ല. മാമീന്റെ ആങ്ങള മൈ ലൈഫ്സ്റ്റൈൽ ചെയ്യുന്നുണ്ടാവാം. മാമീന്റെ ആങ്ങള വന്ന് പറഞ്ഞാൽ അളിയൻ എന്നുള്ള നിലയ്ക്ക് മാമന് തട്ടാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് മാമൻ സ്റ്റാർട്ട് ചെയ്തു. ആർക്ക് പോയി? നിങ്ങൾക്ക് പോയി. എങ്ങനെ നിങ്ങളെ ലിസ്റ്റിലുള്ള ആളുകള് നിങ്ങൾ ആ ലിസ്റ്റും വെച്ച് അടവെച്ചിരിക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ ഈ ബിസിനസ്സിൽ പച്ച തൊടുകയില്ല. സോറി, കറണ്ട് പോയതാണ്. അപ്പോ നിങ്ങളെ ലിസ്റ്റിലുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾ ബിസിനസ് കേൾപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവും. അപ്പോ ആ രീതിയിലേക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഫോളോ അപ്പിലാണ് അതിന്റെ റിസൾട്ട് കിടക്കുന്നത്. എന്നെ അങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് എനിക്കറിയാം, ഞാനും അങ്ങനെ തന്നെയാണ് എന്റെ ടീമിനെ ഫോളോ അപ്പ് ചെയ്തത്. നിങ്ങളെ ലീഡർമാരെ എന്തൊക്കെ കളിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഫീൽഡ് കിട്ടും. നിങ്ങൾ എത്ര പ്രാവശ്യം ലീഡർമാരെ മടക്കിയിട്ടുണ്ടോ അത്രയും പ്രാവശ്യം നിങ്ങളെ എന്ത് ചെയ്യും, നിങ്ങൾ ബിസിനസ് പറയുന്നിടത്ത് നിങ്ങളെ മടക്കും. കാരണം എന്താ വെച്ചാൽ ഇത് ദൈവത്തിന്റെ ബിസിനസ്സാണ്, കൊടുത്താൽ കിട്ടും, ഒരു സംശയമില്ല, കൊടുത്താൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ആളുകളെ നിങ്ങൾ ഫീൽഡ് കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവരെ വിടരുത്. ഒരു കാരണവശാലും റിജക്റ്റ് ചെയ്യുന്നത്, ഒഴിവാക്കുന്നത് നിങ്ങളോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടല്ല. ഈ ബിസിനസ് മണി ചെയിനാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഇത് ആളുകളെ പറ്റിക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്. നിങ്ങൾ നോക്കൂ, ഇതിൽ എവിടെ ആളുകളെ പറ്റിക്കുന്നത്?
ഇപ്പൊ ഒരു മാസം മുന്നേ, ഒരു മാസമായിട്ടുള്ള എനിക്ക് നമ്മുടെ എലക്ഷൻ കഴിഞ്ഞല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പണി എന്താ? ആളെ പിടിക്കലല്ലേ? അപ്പൊ ആളെ പിടിക്കുന്നത് തെറ്റാണോ? ഇപ്പോ കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, ഏത് പാർട്ടി കഴിഞ്ഞാലും വീട് വീടാന്തരം കയറി ഇറങ്ങി. അവിടെ ആർക്കും യാതൊരു അഭിമാന പ്രശ്നമില്ലല്ലോ. എത്ര ഇല്ലാത്തവരുടെ വീട്ടിൽ പോകാനും നന്നായിട്ടുള്ള ആളുകളെ വീട്ടിൽ പോകാനും അല്ലെ, അവന്റെ പിന്നെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, മൂക്ക് വരെ പിടിച്ചു കൊടുക്കാനും യാതൊരു അഭിമാന പ്രശ്നം ഒരു രാഷ്ട്രീയക്കാരനുള്ള. എല്ലാ രാഷ്ട്രീയക്കാരും കാണും. രാഷ്ട്രീയക്കാരെ മോശമാക്കില്ല ഞാൻ. അതെന്ന് പറഞ്ഞാൽ അത് ആളുകളെ കൺവിൻസ് ചെയ്യുക, ആളുകളെ പിടിക്കുക. ഇനി നിങ്ങൾ ആലോചിച്ചോ, ഏത് കച്ചവടവും ആളെ പിടിക്കാനുള്ളത്? ഏത് കച്ചവടവും ഷോ ചെയ്യുന്നുണ്ടോ അതൊക്കെ ആളെ പിടിക്കാനുള്ളത്. ഷോ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ ഈ പട്ടിക്കും പൂച്ചയ്ക്കും നായ്ക്കും ഇതിനൊക്കെ മീനിനൊക്കെ തീറ്റ കൊടുക്കുന്ന പെറ്റ് ഷോപ്പ് കണ്ടില്ലേ? ആ ഷോപ്പില് ആ പിന്നെ പട്ടീന്റെയും പൂച്ചന്റെയും കിളീന്റെയും അല്ലെങ്കിൽ മീനിന്റെ ഒക്കെ ഫുഡ് നല്ല പാക്കറ്റിലാക്കി വെച്ചിട്ടുള്ളത് ആ മീനിനെ ആകർഷിക്കാനാണോ, നായിനെ ആകർഷിക്കാനാണോ, നിങ്ങളെ ആകർഷിക്കാനാണോ? നമ്മളെ ആകർഷിക്കാനാ. അപ്പൊ ആളെ പിടിക്കാനാ. അതും കൊച്ചിയിൽ ലുലു മാള് തുറന്നു വെച്ചിട്ടുള്ളത് ആളെ പിടിക്കാനാ. അപ്പൊ ആളെ പിടിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട സംഗതി ഒന്നുമില്ല. ഇനി നമ്മളെ ആളുകൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരോട് എന്താ രജിസ്ട്രേഷൻ ഫീ വാങ്ങുന്നുണ്ടോ? ഇല്ല. 1 രൂപ രജിസ്ട്രേഷൻ ഫീ വാങ്ങുന്നില്ല, 5 പൈസ വാങ്ങുന്നില്ല. എന്താ ചെയ്യുന്നത്? ബ്രാൻഡ് ചേഞ്ച് ചെയ്യുന്നത്. ഞാൻ എന്താ ചെയ്ത്, എന്റെ വേണ്ടപ്പെട്ട ബന്ധുക്കള്, സുഹൃത്തുക്കൾ 5-8 ആളുകളെ പേസ്റ്റ് ഒന്ന് മാറ്റി, സോപ്പ് മാറ്റി, ഹെയർ ഓയിൽ മാറ്റി, ഷാമ്പു മാറ്റി, ഒരു അസുഖങ്ങൾ വരാതിരിക്കാനുള്ള 95 കവചപ്രാശം, ചാമ്പിത്തൈലം, ലിവഗെയിന്, വെൽഹാർട്ട്, ഇങ്ങനെ വേണ്ടപ്പെട്ട സാധനങ്ങൾ പറഞ്ഞ് അവരെ ബോധവൽക്കരിച്ച് അത് അവരെ കൊണ്ട് കഴിപ്പിക്കാൻ തയ്യാറായി. പല അസുഖങ്ങൾക്കും റിസൾട്ടായി. ഈ റിസൾട്ടായ ആളുകള് ആ പ്രോഡക്റ്റ് എനിക്ക് വേണ്ടി സംസാരിച്ചു. നിങ്ങൾ ചെയ്യേണ്ട എന്താ? നിർബന്ധിക്കണം. പല ആളുകൾക്കും പ്രയാസമാണ്. എങ്ങനെ ഉമ്മർ ഉസ്താദെ നിർബന്ധിക്കുക? എങ്ങനെ നിർബന്ധിക്കും? ഓനെന്ത് വിചാരിക്കും, ഓളെന്ത് വിചാരിക്കും? ഞാൻ ആരെ മോനാ? ഞാൻ ഇന്നയാളെ മകന്റെ മകനാ. ഞാൻ എങ്ങനെ ഈ പേസ്റ്റ് സോപ്പ് ആയിരുന്നു നടക്കും? നിങ്ങൾ അഭിമാനം വെച്ച് വീട്ടിലിരുന്നു. അതൊരു പ്രശ്നം. MA യൂസഫ് അലി ചെയ്യുന്നു പേസ്റ്റും സോപ്പും വിൽക്കുക തന്നെയാണ് സാറേ. അത് നമ്മൾ മനസ്സിലാക്കണം. പേസ്റ്റും സോപ്പും അല്ലെങ്കിൽ സാധനങ്ങൾ വിറ്റ ആളുകൾ എടുത്ത പൈസ ഉള്ളത് മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ഇന്ന വീട്ടിൽ ഇന്നയാളെ മകന്റെ മകനാണ്, കുന്നത്ത് ഗോപാലൻ നായരെ മകന്റെ മകനാണ്, ഞാൻ എങ്ങനെയാണ് സോപ്പും പേസ്റ്റും വിൽക്കുക എന്നൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് STC ആവില്ല. തീരെ ആ സാധനമൊക്കെ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് യാതൊരു, സത്യം പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഉളുപ്പും മാനവും ഇല്ലാതെ അങ്ങ് ഇറങ്ങി പറഞ്ഞു. കാരണം എന്താ? നമ്മൾ വിൽക്കുന്ന കള്ളും കഞ്ചാവൊന്നും അല്ലല്ലോ. ആണോ? നാട്ടിൽ പൈസ ഉണ്ടാക്കാനുള്ള വേറെ മാർഗ്ഗം കള്ള് വിൽക്കുക, കഞ്ചാവ് വിൽക്കുക എന്നൊക്കെ ഉള്ള പരിപാടി. നല്ലോണം പൈസ കിട്ടും. അതൊന്നുമല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന എന്താ? നമ്മൾ ചെയ്യുന്നൊരു ചാരിറ്റി ഉണ്ട് 100% വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 100%. നമ്മൾ കൊടുക്കുന്ന പേസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏത് കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. യാതൊരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത, ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഇല്ലാത്ത ഒരു പേസ്റ്റ്. അതേപോലെ തന്നെ സോപ്പ്, അതേപോലെ തന്നെ ഹെയർ ഓയിൽ, അതേപോലെ തന്നെ ഷാമ്പു, പിന്നെ ബാക്കിയുള്ള വെൽനസ് ഉൽപ്പന്നങ്ങൾ, അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ക്യാൻസർ എന്ന് പറയുന്ന അസുഖം വരികയില്ല എന്ന് ഗ്യാരണ്ടിയിൽ എത്ര ആള് ഇതിലുണ്ട്? എന്നെ 300 ചില്ലാൻ ആളുകൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തുടങ്ങിയ സമയത്ത് 100 ചില്ലാൻ ആളുകളായിരുന്നു. 300 ചില ആളുകൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 300 ചില ആളുകൾക്കും 100% ഉറപ്പുണ്ട് എനിക്ക് ക്യാൻസർ വരില്ല. ക്യാൻസർ വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ക്യാൻസർ വരാതിരിക്കാൻ ആന്റി ഓക്സിഡന്റ് ശരീരത്തിൽ ഉണ്ടാവണം. ഈ ആന്റി ഓക്സിഡന്റ് എവിടുന്ന് കിട്ടും? ആന്റി ഓക്സിഡന്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയ സാധനങ്ങളാണ് ബെറിപ്പഴങ്ങളുടെ സത്ത്. അതാണ് നമ്മുടെ 95. ആ 95 നിങ്ങളൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യും. അമ്മോ, അതൊരു ഭയങ്കര വിലയല്ലേ? ആ വിലേന്റെ സാധനമൊക്കെ ഈ ഇവരെ കൊണ്ട് എങ്ങനെ വാങ്ങിക്കുക? ചിന്തയാന്ന്. ആലോചിച്ച് നോക്ക്. നിങ്ങള് ക്യാൻസർ എന്ന് പറയുന്ന അസുഖങ്ങൾ പടർന്ന് പിടിച്ചുകൊടുക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ അയൽവാസിക്ക് എത്ര ആളുകൾക്ക് ക്യാൻസർ ഉണ്ട്? എത്രയോ ആളുകൾക്ക് ക്യാൻസർ ഉണ്ട്. അപ്പൊ ആ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആ ഫാമിലിയെ നിങ്ങളൊന്ന് പഠിക്കുക. അവർ സാമ്പത്തികമായിട്ട് എത്ര രൂപ അതിനു വേണ്ടി മാറ്റുന്നു, എത്ര രൂപയ്ക്ക് അവർ മരുന്ന് വാങ്ങിക്കുന്നു, എത്ര രൂപ ഡോക്ടർ ഫീസ് കൊടുക്കുന്നു, എത്ര രൂപ ഹോസ്പിറ്റലിൽ ചെലവാക്കുന്നു, മറ്റുള്ള ചെലവുകൾ അതായത് ബന്ധപ്പെട്ട് സാമ്പത്തികമായി തകരം ഒരു ക്യാൻസർ എന്ന് പറയുന്ന അസുഖം വന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നാളെ നിങ്ങൾ ഈ ബിസിനസ് പറയാൻ പോകുന്ന ഈ 2850
എടുക്കാനാവില്ല എന്ന് പറയുന്ന കുടുംബത്തിലേക്ക് ക്യാൻസർ വരില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ പറഞ്ഞല്ലോ അവന് 2850 എടുക്കാനാവില്ല, വലിയ പൈസയാ സാറേ എന്നുള്ളത്. ഈ 2850 എടുക്കാനാവാത്ത കുടുംബത്തിലേക്ക് ക്യാൻസർ വരില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അവിടെ കൊടുക്ക്, നിങ്ങൾ 95 പറഞ്ഞു കൊടുക്ക്, മനസ്സിലാക്കി കൊടുക്ക്, നിർബന്ധിപ്പിക്ക്, ഒരു പ്രാവശ്യം കഴിപ്പിക്കും. കവചപ്രാവശ്യം ഇതേപോലെ പ്രൊമോട്ട് ചെയ്യും, വെൽഹാർട്ട് നിർബന്ധമായിട്ട് കഴിപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ അറ്റാക്കിന്റെ കേസുകളാണ്. കാരണം എന്താ? ഫാസ്റ്റ് ഫുഡിന്റെ ഉപയോഗം അല്ലെ? പൊരിച്ചതും വറുത്തതും മറ്റുള്ള സാധനങ്ങളായിട്ട് കഴിക്കുന്ന ആളുകളാണ്. 2-3 സ്റ്റെപ്പ് കയറുമ്പോഴേക്കും നിങ്ങൾ കഥയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്? അറ്റാക്കിലേക്ക് ഡയബറ്റിക് ഇതാണ് അറ്റാക്കിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആളുകളാണ്. നിർബന്ധമായിട്ട് വെൽഹാർട്ട് കഴിക്കണം, യാതൊരു സംശയമില്ല. നെഞ്ചുവേദന വന്നിട്ടുണ്ടെങ്കിൽ എത്ര പൈസ ഹോസ്പിറ്റലിൽ ഇടിച്ചു തള്ളുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്ക്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ രോഗികളെ ലിസ്റ്റ് ആക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതായത് ABC കാറ്റഗറി ആക്കണം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൂർണ്ണ രോഗികൾ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെറിയ ചെറിയ അസുഖങ്ങളുള്ള ആളുകൾ. സി എന്ന് പറഞ്ഞാൽ തീരെ അസുഖമില്ലാത്ത ആളുകൾ. നമ്മൾ C കാറ്റഗറിയിലാണ് എന്ത് ചെയ്യേണ്ടത്? ഫോക്കസ് ചെയ്യേണ്ടത്. അസുഖം വന്ന ആളുകളല്ല, ചെറിയ അസുഖങ്ങളുള്ള ആളുകളല്ല, തീരെ അസുഖമില്ലാത്ത ആളുകളെയാണ് സത്യത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം എന്താ? നമ്മളെല്ലാം വെൽനസ്സാണ്. നേരെ വെച്ചാൽ അത് എക്ക് കൊടുക്കുക, ബിക്ക് കൊടുക്കുക, എക്ക് കൊടുക്കുക, ബിക്കും കൊടുക്കുക. പക്ഷെ എക്ക് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണോ? അവയവങ്ങളൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ആളുകൾ, മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകൾക്കൊന്നും നമ്മളെ പ്രൊഡക്റ്റുകൾ റെക്കമെൻഡ് ചെയ്യരുത്. കാരണം അതിൽ പല പ്രൊഡക്റ്റുകളും നീർമരുന്ന് പോലുള്ള ഇൻഗ്രീഡിയൻസുകൾ. അപ്പോൾ ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ട് ഈ നിർമരുന്നൊക്കെ എന്താണ്? ഓപ്പറേഷൻ ചെയ്ത ഭാഗങ്ങളിലൊക്കെ പോയി കുത്തുന്ന സമയത്ത് വേദനയൊക്കെ അനുഭവപ്പെടാവുക. അതുകൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകൾക്ക്, മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകൾക്കൊന്നും റെക്കമെൻഡ് ചെയ്യരുത് നമ്മളെ പ്രോഡക്റ്റ്. ഇപ്പൊ ഉമ്മർ ഉസ്താദ് പറഞ്ഞല്ലോ, എന്നെ കേട്ടോ അദ്ദേഹത്തിന് അറിയാം നന്നായിട്ട്. ഓക്കെ, അപ്പോ അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രോഡക്റ്റിനെ ബേസ് ചെയ്ത് കൊണ്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ചാരിറ്റി അല്ലേ ചെയ്യുന്നത്? അറിയാത്തവനെന്തും പറയൂ. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാം മതം ഇവിടെ പ്രചരിപ്പിക്കുന്ന സമയത്ത്, ഞാനിപ്പോ അങ്ങനെ ഒരു മതത്തിനെ മാത്രം പറയാൻ, ഒരുപാട് ആളുകൾ എതിർത്തിട്ടുണ്ട്. പക്ഷെ അത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ ചെയ്യുന്നതല്ല, ഞാൻ വിശ്വസിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള ശരിയായ കാര്യങ്ങളാണ്. അപ്പൊ മറ്റവൻ എതിർത്ത് കഴിഞ്ഞാലും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു മതം എന്നുള്ളതല്ല, അത് അവനവന്റെ വിശ്വാസമായി കഴിഞ്ഞാലും ശരി. നിങ്ങൾ ഈ മിഷണറി പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കുണ്ട്, ഇത് ശരിയോ തെറ്റോ എന്നല്ല ഞാൻ പറയുന്നത്. മിഷണറി പ്രവർത്തനം നടത്തുന്ന ആളുകൾ, അവരെ എതിർക്കുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷെ എന്നാലും എതിർത്താലും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊണ്ടുപോകും അവർ. അപ്പൊ അവനവന് വിശ്വാസമുള്ള കാര്യം ആരൊക്കെ എതിർത്ത് കഴിഞ്ഞാലും അവനവന് വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മറ്റുള്ളവരോട് ധൈര്യമായിട്ട് പറയാം. എത്ര ആളുകൾ എതിർത്താലും നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒറ്റയടിക്ക് ഇവിടെ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ആയതല്ല. എതിർത്ത ആളുകളിലൂടെ അവരെ കൺവിൻസ് ചെയ്ത് വളർന്നിട്ടുള്ള ഓരോരോ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും എന്ത് മേഖലയായാലും, ഞാനിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ മതവും രാഷ്ട്രീയം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മൈലവിശാലിന്റെ പ്രോഡക്റ്റുകൾക്ക് നിങ്ങൾക്ക് 100% വിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ പുറത്തറിയാത്തവൻ എതിർത്തോട്ടെ. ഓൻ എന്തറിയാ വെൽനസിനെ കുറിച്ച്? നിങ്ങൾക്ക് അറിയുന്ന അറിവ് പോലും അവനില്ല. വെൽനസിനെ കുറിച്ച് അറിയുന്ന ആളുകളാണ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ചെയ്ത്. അപ്പൊ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നോക്കുന്ന സമയത്ത് 100% ചാരിറ്റിയാ. ഇനി നോക്കൂ, നിങ്ങൾ വരുമാനം, ഇൻകം പ്ലാൻ കൃത്യമായിട്ട് പഠിക്കണം. ഹലോ, നിങ്ങൾ ഇപ്പം തന്നെ ആഴ്ചയിൽ 2,10,000 ഉൾക്കൊള്ളാത്ത പല ആളുകൾ ഇതിലുണ്ട്. ആഴ്ചയിൽ 2-10 ഒന്നുമല്ല. കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് GTS വന്ന ആളുകൾക്കറിയാം. സോമുകുമാർ സാറിന്റെ എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ 2,10,000 എന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് 8,40,000 മാത്രമേ ഒരു ID കിട്ടുന്നുള്ളൂ. പക്ഷെ അതിന്റെ മുകളിൽ വരുമാനമാണ് റാങ്കിങ് എന്ന് പറഞ്ഞൊരു വരുമാനമുണ്ട്. അദ്ദേഹത്തിന് അത് മാത്രം 18 ലക്ഷമാണ്. മറ്റേത് 840 ഉള്ളൂ. അപ്പൊ റാങ്കിങ് എന്ന് പറയുന്ന സാധനം ഈ ആഴ്ച വരുമാനത്തിനെക്കാട്ടും വലുതാണ്. അപ്പൊ പ്ലാൻ അസലായിട്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. ഈ പ്ലാന് പഠിക്കാണ്ട് ഇതിന് ചിരിച്ചു തള്ളിയോണ്ടോ ഇതിനെ എതിർത്തുകൊണ്ടോ ഒന്നും കാര്യമില്ല.
അപ്പൊ ഈ പ്ലാൻ അസലായിട്ട് പഠിക്കണം. എന്താണ് ഇത്? രണ്ട് കാലുവില് മാത്രമല്ല സാറേ, രണ്ട് കാലുവില് ഞൊണ്ടി നടക്കുന്ന ആളുകൾ, പല ആളുകളും ഇതിലുണ്ട്. രണ്ട് കാലുവിന് മാത്രമല്ല, ഇത് 4 കാല് വിടർത്തി 10 കൈ വിടർത്തി സംഹാര താണ്ഡവാടാനുള്ള ഒരു പ്ലാനാണ് ഇവിടെ ഉള്ളത്. ഇപ്പോ ഹിന്ദുവിന്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഹിന്ദുവിന്റെ വിശ്വാസങ്ങളിലും പുരാണങ്ങളിലൊക്കെ 10 കൈയൊക്കെ ഉള്ള ദേവി ദേവതകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ രണ്ട് കാലുവിലാണ് ഇപ്പൊ നിങ്ങൾ ബൈനറി പ്ലാനിലാണ് നിങ്ങൾ ഇപ്പൊ ബിസിനസ് ചെയ്തെങ്കിൽ, ഹൈബ്രിഡ് ബൈനറിക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ലെഗ് ഇറക്കിയിട്ടും ഒക്കെ ചെയ്യാനുള്ള എല്ലാ ലെഗ് കൂടി വരുമാനം വാങ്ങിക്കാനുള്ള റാങ്കിങ്, ഓവർ റൈഡിങ് ബോണസ് എന്ന് പറഞ്ഞ് ഒരുപാട് വരുമാനം വാങ്ങിക്കാനുള്ള ഒരു സാധനം ഞങ്ങളെ കൈ കിട്ടിയിട്ടുള്ളത്. ഇതിങ്ങനെ അടവെച്ചിട്ട് ഇതിന്റെ മുകളിൽ ഇരുന്നിട്ട് ദാരിദ്ര്യം പറയുന്ന ആളുകളെയാണ് ഒരുപാട് കണ്ടിട്ടുള്ളത്. അമ്മോ സങ്കടം പറയാ, വിഷമം പറയാ, ഈ സാധനം കയ്യിലുണ്ട്. അവന്റെ പ്രശ്നങ്ങളും അവന്റെ മക്കളെ പ്രശ്നങ്ങളും മക്കളെ പ്രശ്നങ്ങളും ആ കുടുംബത്തിന്റെ മുഴുവൻ ബാധ്യതകളും പ്രശ്നങ്ങളും തീർത്ത് ഒരു 10ഉം 15ഉം തലമുറയ്ക്ക് ജീവിക്കാനുള്ള സാധനം ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് കയ്യിലുണ്ട്. അതിങ്ങനെ മൂടി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇരുന്നിട്ട് ഉള്ള സമയം ഫോണിൽ കളിച്ച് വെറുതെ പോക്കി ഉള്ള റീൽസ് കണ്ട് ഫേസ്ബുക്ക് കളിച്ച് ഇതൊന്നും വേണ്ട എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതിനു വേണ്ടി സമയം പോക്കി പീഡിയനെടുത്ത് പോയി സൊറ പറഞ്ഞ് കുടുംബശ്രീ പോയി സൊറ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് സമയം പോക്കുന്ന ആളുകളെ കണ്ട് സാധനം എവിടെ ഉണ്ട്? കയ്യിലുണ്ട്. 3 കൊല്ലം കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞ് ഒരു വർഷം നിങ്ങളെ കൂടെ വന്ന ആളുകൾ ആഴ്ചയിൽ 2,10,000 വാങ്ങിക്കുമ്പോൾ നിങ്ങളെ ലീഡർമാരും നിങ്ങളെ കൂടെ വന്ന ആളുകളും അവർ സീരിയസ് ആയി ബിസിനസ് മനസ്സിലായി സീരിയസ് ആയി ബിസിനസ് ഏറ്റെടുത്ത് ബെൻസിലും BMW പോകുമ്പോ നിങ്ങളെ മക്കൾ ചോദിക്കൂ, ബാപ്പ നിങ്ങൾ എന്ത് പിണ്ണാക്ക് നോക്കി നിന്നായിരുന്നു? ചോദിക്കും നിങ്ങളോട്. യാതൊരു സംശയമില്ല. അങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറയാണ് മുമ്പിലുള്ളത്. അങ്ങനെ പഠിച്ചു വരുന്ന തലമുറയാ. നിങ്ങളെടുത്ത് കിട്ടിയില്ല അതിനോ ഈ സാധനോ, നിങ്ങളെന്ത് ചെയ്ത് നിങ്ങളെവിടേക്കാ നോക്കിയെന്ന്? നിങ്ങളെ കൂടെ വന്നവരൊക്കെ ഒന്ന് സഞ്ചരിക്കുന്ന വണ്ടി കണ്ടോ? നിങ്ങളെ കൂടെ വന്നവരൊക്കെ ഒന്ന് താമസിക്കുന്ന വീട് കണ്ടോ? വാപ്പ ഞാൻ നിങ്ങളെ മോനായി ജനിച്ചോണ്ടല്ലേ, നിങ്ങൾ ഇങ്ങനെ ഒരു മൊയന്തായി പോയതുകൊണ്ടല്ലേ എന്ന് പറയൂ. ഒരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ട് അത് പറയിപ്പിക്കാതിരിക്കാൻ വേണമെങ്കിൽ നന്നായി ചെയ്തോളി. ഒരു 3 കൊല്ലം 5 കൊല്ലം ചെയ്താൽ മതി. അധികാരം വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉമർ ഉസ്താദ് ഒരു 3 കൊല്ലം 4 കൊല്ലമായിട്ടുള്ള ഈ ബിസിനസ്സിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 40 ലക്ഷത്തിന് മുകളിൽ അതേ ഏൺ ചെയ്തു. ഹയസ്റ്റ് ഇൻകം 1.5 ലക്ഷം 2 ലക്ഷം റുപ്യ മാസം വരുമാനം വാങ്ങിക്കുന്നുണ്ട് അദ്ദേഹം. ആലോചിച്ച് നോക്കുക. അപ്പൊ വിദ്യാഭ്യാസ യോഗ്യത കാര്യങ്ങളൊന്നും പ്രശ്നം അല്ലേ? ഞാന് എന്റെ വിദ്യാഭ്യാസ യോഗ്യത ഞാൻ ഗ്രാജുവേറ്റാണ്. ഉമർ ഉസ്താദ് 7ാം ക്ലാസ്സാണ്. എനിക്ക് തോന്നുന്നു 7ാം ക്ലാസ്സാണ്. അപ്പൊ ഗ്രാജുവേറ്റ് ആയി എനിക്ക് അത്ര വരുമാനം കിട്ടിയിട്ടില്ല. ഉമർ ഉസ്താദിന് എന്നെക്കാട്ട് വരുമാനം കിട്ടി. അപ്പൊ വിദ്യാഭ്യാസ യോഗ്യത ഇവിടെ യാതൊന്നും എന്തല്ല പ്രശ്നമല്ല. നിങ്ങൾ ആവശ്യക്കാരാണോ? നിങ്ങൾക്ക് ഒടുക്കത്തെ ആഗ്രഹമുണ്ടോ? ഒടുക്കത്തെ ആവേശമുണ്ടോ? ആവേശത്തോടു കൂടി ബിസിനസ് പറയാൻ പറ്റണം. ആവേശത്തോടു കൂടി. കഞ്ഞി കുടിച്ചിട്ടൊന്നും ബിസിനസ് പറയരുത്. ആവേശത്തോടു കൂടി ബിസിനസ് പറയാൻ പറ്റും. അത് ഓനെ പറ്റിക്കലല്ല എന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്ക് വേണം. ഈ സംശയം വെച്ചിട്ട് മറ്റുള്ള ബിസിനസ് പറയാം. അപ്പോ ഓനെ 50,000 റുപ്യന്റെ പ്രൊഡക്റ്റ് എടുത്താല് ഞാൻ സ്വീപ്പാകില്ല, നാളെ ഓൻ എന്നോട് വന്ന് ചോദിക്കല്ലോ എന്നുള്ള ചിന്ത വെച്ചിട്ട് ബിസിനസ് പറയരുത്. ആദ്യം നമ്മളെ ആ ബ്ലോക്ക് തീർക്കണം. ആ ബ്ലോക്ക് തീർത്തിട്ട് മാത്രമേ ഒരാളോട് പോലും ബിസിനസ് പറയാവൂ. ആ ബ്ലോക്ക് കംപ്ലീറ്റ് മാറ്റണം. നമുക്ക് എന്താണ് ബ്ലോക്ക് ഉള്ളത്? ആ ബ്ലോക്ക് കംപ്ലീറ്റ് മാറ്റണം. പ്രൊഡക്റ്റിൽ ബ്ലോക്ക് ഉണ്ടോ? പ്രൊഡക്റ്റിന്റെ സംശയം തീർക്കണം. പ്ലാനിൽ ബ്ലോക്ക് ഉണ്ടോ? സംശയം തീർക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്, ഇത് സത്യത്തിൽ ഒരു ചാരിറ്റി മൈൻഡോട് കൂടി ഇഷ്ടപ്പെട്ട് പ്രേമിച്ച് എന്ന് പറഞ്ഞാൽ ബിസിനസിനെ പ്രേമിക്കണം ഞാൻ പറഞ്ഞത്, വേറൊരു തരത്തിലല്ല. ഓക്കെ. അപ്പോ ഇഷ്ടപ്പെട്ട് പ്രേമിച്ച് ഒരു ഭാര്യനെ പോലെ നോക്കി ചെയ്യേണ്ട ബിസിനസ്സാണ് മൈ ലൈഫ് സ്റ്റൈൽ. അത്രയും പ്രയോറിറ്റി കൊടുത്ത് ചെയ്യേണ്ട ബിസിനസ്സാണ് മൈ ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ ചിന്തിക്കുമ്പോഴല്ല, ഒരു 5 കൊല്ലം ഈ ബിസിനസ് ചെയ്ത് നല്ലൊരു ടീമിനെ ഉണ്ടാക്കിയാൽ നിങ്ങൾ വിചാരിക്കുക ഇന്ന് എനിക്ക് വരുമാനം വേണ്ട, അല്ല ഈ ആഴ്ച എനിക്ക് വരുമാനം വേണ്ടാന്ന് തീരുമാനിച്ചാൽ പോലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം തരുന്ന കമ്പനിയുടെ പേരാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വരുമാനം വേണ്ടാന്ന് വിചാരിച്ചാൽ പോലും വരുമാനം അക്കൗണ്ടിലേക്ക് എത്തും. കാരണം നിങ്ങളെ കാട്ടും ആവശ്യക്കാരായിട്ടുള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്യുന്നിടത്തിലാണ് നിങ്ങളെ ബിസിനസിന്റെ ഗ്രോത്ത്. നിങ്ങളെ കാട്ടും ആവശ്യക്കാരായിട്ടുള്ള, നിങ്ങളെ കാട്ടും കടങ്ങളുള്ള, നിങ്ങളെ കാട്ടും പ്രശ്നങ്ങളുള്ള ആ കടങ്ങളിലെ ആളുകൾക്ക് സ്വപ്നം കൂടി വേണേ. എന്റെ ടീമിലൊക്കെ ഉണ്ട് 1 കോടി റുപ്യ കടമുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ വലിയ സ്വപ്നമൊന്നുമില്ല.
അങ്ങനെയുള്ള ആളുകളെ കിട്ടിയൊരു കാര്യമില്ല. സ്വപ്നങ്ങൾ ഉണ്ടാവണം, ആഗ്രഹങ്ങൾ ഉണ്ടാവണം, അങ്ങനെയുള്ള ആളുകളെ പ്രവർത്തിക്കൂ. അപ്പൊ അങ്ങനെയുള്ള ആളുകളിലേക്ക് ബിസിനസ് എത്തിക്കാൻ നമ്മളെ ലിസ്റ്റിൽ നോക്കിയാൽ ഉണ്ടാവും. നമ്മളെ ലിസ്റ്റിൽ 100-150 ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൽ സ്വപ്നങ്ങളിലെ ആഗ്രഹങ്ങളിലെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എന്നെക്കാട്ടും കഴിവുള്ള അങ്ങനെയുള്ള ആളുകളിലേക്ക് ആദ്യം ബിസിനസ് കൊടുക്കും. ആദ്യം മറ്റുള്ളവർക്ക് കൊടുക്കണ്ട എന്നുള്ള ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്യാൻ ആ സെലക്ഷൻ ലിസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സെലക്ട് ചെയ്യാനാവുന്നില്ല, നമ്മളെ ലീഡേഴ്സിനോട് കൂട്ടിയിരുത്തുക. നിങ്ങൾ പല ആളുകളും, ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഒരു കാര്യം അതാണ്, പല ആളുകളും ഈ ബിസിനസ്സിൽ വിജയിക്കാണ്ടായി പോകുന്നതിന്റെ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് ഈഗോ. റഷീദ് സാർ പറഞ്ഞാൽ ഞാൻ എങ്ങനെ കേൾക്കുക? റഷീദ് സാർ എന്നെയും എത്രയോ പ്രായത്തിനിടയ ആളല്ലേ, ഞാനൊന്നുമില്ല ലോകപരിജ്ഞാനമുള്ള ആളല്ലേ, എനിക്ക് പുറത്തിറങ്ങിയിട്ടും മറ്റുള്ള മേഖലയിലൊക്കെ എനിക്ക് നല്ല അറിവില്ലേ, മൂന്നാരെന്നെ പഠിപ്പിക്കേ? സാറേ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെക്കാട്ടും ഒരു പെരുന്നാൾ അധികം ഉണ്ട ആളാണ് റഷീദ് സാർ. നിങ്ങളെക്കാട്ടും ഒരു പെരുന്നാൾ അധികം ഉണ്ട ആളാണ് ഉമർ ഉസ്താദ്. നിങ്ങളെക്കാട്ടും ഒരു പെരുന്നാൾ അധികം അല്ലെങ്കിൽ ഒരു ഓണം അധികം ഉണ്ട ആളാണ് നിങ്ങളെ ലീഡർ. അവന്റെ വിദ്യാഭ്യാസ യോഗ്യത അല്ലേ ചോദ്യം ചെയ്യേണ്ടത്, അവന്റെ മൈലേഴ്സ് നിങ്ങളെക്കാട്ടും സീനിയോറിറ്റി ഉണ്ടോ? അവരുടെ ഡയറക്ട്സ് അല്ലെങ്കിൽ നിങ്ങളെക്കാളും സീനിയോറിറ്റി ഉണ്ടെങ്കിൽ അവൻ പറയും പോലെ കേട്ടാൽ, ആ ഈഗോ വർക്കൗട്ട് ആകാതെ അവൻ പറയും പോലെ കേട്ടാൽ, അവനെ പടച്ചോന്റെ സ്ഥാനത്ത് കണ്ടാൽ നിങ്ങൾ ബിസിനസ്സിൽ വിജയിക്കും. അല്ലാതെ ഈഗോ കെട്ടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ്സിൽ പച്ച തൂടുകയില്ല. ലീഡറെ കണ്ണടച്ച് വിശ്വസിക്കുക, കണ്ണടച്ചിട്ട് പടച്ചോനെ പോലെ. ഒറ്റ സംശയമില്ല. ഞാന് പ്രസാദ് സാറിനൊക്കെ സത്യത്തിൽ തുടക്കത്തില് ചെകുത്താനം പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രസാദ് സാറൊക്കെ ഇപ്പം എനിക്ക് അടച്ചോണ സ്ഥാനത്താണ്. കാരണം എന്താ, ഈ ബിസിനസ് മനസ്സിലായി, ഈ ബിസിനസ് അവസരം തന്നയാളെ ആ സ്ഥാനത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ ബിസിനസ് സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സിന് അതേ സ്ഥാനത്തേക്ക് കാണാൻ പറ്റും. അപ്പൊ ലീഡേഴ്സ് നടന്ന വഴി കൂടെ നടക്കാൻ നമ്മൾ തയ്യാറാവും. ഇതിൽ നിങ്ങൾ പുതുതായിട്ട് ഒന്നും ചെയ്യണ്ട. കോപ്പി അടിക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, ഇത് തന്നെയുള്ളൂ. മുകളിൽ ലീഡേഴ്സിനെ കോപ്പി അടിക്കുക, ആ അതേ സാധനം നിങ്ങൾ ചെയ്യുന്ന സാധനം താഴേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിക്കുക. ഈ ഇത്രയും ഇതിൽ പണിയുള്ളൂ സത്യത്തിൽ. ഉമർ ഉസ്താദും അതേപോലെ തന്നെ റഷീദ് സാറും അതേപോലെ തന്നെ നിങ്ങളെ ലീഡേഴ്സും അലി കുന്നൂസ് സാറും ഇങ്ങനെയുള്ള ആളുകളൊക്കെ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും കുറെ ആളുകളെ പരിചയമുണ്ട്. ഇങ്ങനെയുള്ള ലീഡേഴ്സ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ ചെയ്യുന്ന റൂട്ട്, ആ സാധനം ചോദിച്ച് മനസ്സിലാക്കുക, അത് നിങ്ങൾ ചെയ്യുക, താഴേക്ക് ചെയ്യിക്കുക. കോപ്പി അടിക്കുക, നമ്മൾ ചെയ്യുക, താഴേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ട പണി. ഇതിൽ വലിയ മലമറക്കുന്ന പണിയൊന്നുമില്ല, വളരെ സിമ്പിളാണ്. പക്ഷേ ലീഡർമാരെ പണിയെടുപ്പിച്ചിട്ട് താഴേന്ന് പണിയെടുപ്പിച്ചിട്ട് ഞാൻ വീട്ടിൽ കുത്തിരിക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾ കുറച്ചു കാലം വരുമാനം കിട്ടും. ഓലും തീയല ഈ ബിസിനസ് ഔട്ടായി ഇഷ്ടം പോലെ ആളുകൾ, പച്ചതൊടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചാരിറ്റി മൈൻഡിൽ ഈ ബിസിനസിനെ കണ്ടു കഴിഞ്ഞാൽ പ്രോഡക്റ്റിന്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ. ഇന്ന് മാർക്കറ്റിലുള്ള മെഡിസിൻസ് 90% മെഡിസിൻസും സൈഡ് എഫക്റ്റിലുള്ളതാണ്, അസുഖങ്ങൾ വരുത്തുന്നത്. കുറെ കാലം ഷുഗറിന് മരുന്ന് കഴിച്ചു, അയാൾക്ക് പ്രഷറിന് മരുന്ന് കഴിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അറ്റാക്കിന്റെ കേസുകൾ വന്നു, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വന്നു, അല്ലെ? ഏത് മരുന്ന് കഴിച്ചാൽ അതിനുണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ട്. ആ സമൂഹത്തിലേക്കാണ് നമ്മളെ വെൽനസ് ഉൽപ്പന്നങ്ങൾ നമ്മൾ എത്തിക്കുന്നത്. അപ്പൊ അതൊരു ചാരിറ്റി അല്ലേ? ഇനി ഈ പ്ലാന്, ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാന് നന്നായിട്ട് പഠിക്കുക, അതൊരു ചാരിറ്റി അല്ലേ? ഒരു കുടുംബത്തിലേക്ക് ഒരു 500 രൂപയോ 1000 രൂപയോ എത്രയോ ആയിക്കോട്ടെ, എത്രായിരം കുടുംബത്തിലേക്ക്, എത്ര ലക്ഷം കുടുംബത്തിലേക്ക് നിങ്ങളെ മുഖാന്തരം വരുമാനം എത്തും. ഞാൻ മുഖാന്തരം ഏകദേശം 4000-ഓളം കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തി. 4000-ഓളം കുടുംബങ്ങളിലേക്ക്. അങ്ങ് ഇവിടുന്ന് വിട്ട് മുകളിൽ ചെല്ലുമ്പോൾ പടച്ചോ ചോദിക്കില്ല ഇങ്ങനത്തെ ചെയ്തു എന്നുള്ളത്. ആ ചെയ്ത കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർക്കാൻ പറ്റിയ സാധനമായത്. മനസ്സിലാവും? സത്യസന്ധമായ പണം, ഒരു കളവില്ലാത്ത, ഒരാളെ പറ്റിക്കാത്ത കച്ചവടം ചെയ്തിട്ട്, അല്ലേ? കച്ചവടം ഏറ്റവും വലിയ വിചാരത്ത് ഒന്ന് കച്ചവടമല്ലേ? ആ കച്ചവടം സത്യസന്ധമായി ചെയ്ത കച്ചവടം ചെയ്ത് ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളെ അടുത്തുനിന്ന് ഒരാള് ഒരു 1000 രൂപന്റെ സാധനം വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, 1000 രൂപയ്ക്ക് അവൻ കവചപ്രാശാന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, അല്ലെ? മൂല്യമുള്ള, ബെല്ലിസാറ് പറയും പോലെ മൂല്യമുള്ള ഉൽപ്പന്നമല്ലേ നമ്മൾ കൊടുക്കുന്നത്. എങ്ങനെ മൂല്യമുള്ള ഉൽപ്പന്നമാണോ തിരിച്ചറിയാൻ? ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുള്ള കടപ്പാടിന്റെ പുറത്തോ
എന്തോ സ്നേഹത്തിന്റെ പുറത്തോ എന്തോ ആയിക്കോട്ടെ, ഒരു പ്രാവശ്യം അയാൾ ആ ഉൽപ്പന്നം വീണ്ടും വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഉൽപ്പന്നത്തിന് മൂല്യം ഉണ്ട് എന്ന് അർത്ഥം. കാരണം എന്താ? അത്രയും ക്വാളിറ്റി ഉള്ള. അപ്പൊ അയാൾ 1000 രൂപ കൊടുത്ത അതിൽ മൂല്യമുള്ള ഉൽപ്പന്നമാണ് അയാൾക്ക് കിട്ടുന്നത്. അപ്പൊ അയാൾക്ക് നഷ്ടമല്ല. ആ സാധനം വിറ്റിട്ട് നിങ്ങൾക്ക് ഒരു ലാഭം കിട്ടുന്നതിൽ എവിടെയാണ് ആളുകളെ പറ്റിക്കുന്നത്? 1000 എന്നുള്ളത് 10,000 ആയാൽ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് കിട്ടും. 10,000 എന്നുള്ളത് 1,00,000 ആയാൽ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് കിട്ടും. അത് കച്ചവടത്തിന്റെ വലുപ്പത്തിനനുസരിച്ചിരിക്കും. ഇതിൽ ആളെ പറ്റിക്കലില്ല. അതിനെക്കുറിച്ച് ഒരുപാട് കുടുംബങ്ങളിലേക്ക് നമുക്ക് വരുമാനം എത്തിക്കാൻ പറ്റും. ഒരുപാട് കുടുംബങ്ങളിലേക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ സാധിക്കും. ഒരുപാട് കുടുംബങ്ങളിൽ അസുഖങ്ങളുള്ളത് എന്ത് ചെയ്യാം? മാറ്റിക്കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഉൽപ്പന്നവും ഒരു പ്ലാനും അല്ലേ നമ്മളെ കയ്യിലുള്ളത്. ഇതും കെട്ടിപ്പിടിച്ചിരിക്കണോ സാറേ? ഇത് വാരി വെതറേണ്ട സാധനല്ലേ? ഉമർ ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തായി കടിക്കും പോലെ കടിക്കേണ്ട സാധനല്ലേ ഇത്? ഇതും വെച്ചിട്ട് എന്തിനിരിക്കുക? ഞാൻ പറഞ്ഞത് സത്യം. ഒരു 3 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളെ മക്കളോ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്ത് പിണ്ണാക്കും നോക്കി നിന്നായിരുന്നു. ഒരു സംശയമുള്ള കാര്യത്തിൽ അത് ചോദിക്കാതിരിക്കാൻ നിങ്ങൾ ആലോചിച്ച് ഒരു എൻഡ് കാണാൻ, ഇതിന്റെ ഒരു അവസാനം കാണാൻ തയ്യാറാവുക. അതൊന്ന് മനസ്സിൽ കണ്ടേക്ക്. ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങളൊരു പിക്ചറൈസ് ചെയ്തേക്കും മനസ്സിൽ ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം ഏതാ? നിങ്ങൾ താമസിക്കുന്ന വീട് ഏതാ? നിങ്ങളെ യാത്രകള്, നിങ്ങളെ മക്കള് പഠിക്കുന്നത്, നിങ്ങളെ കുടുംബം ജീവിക്കുന്നത്, നിങ്ങളെ ബാങ്കിലെ ബാലൻസ്, ഇതൊക്കെ ഒന്ന് മനസ്സിൽ കണ്ട് ഒരു 5 കൊല്ലം, അധികമൊന്നും വേണ്ടാലോ, 5 കൊല്ലം അത് കണ്ടിട്ട് വേണം ഇതിന് ഇറങ്ങി പ്രവർത്തിക്കാൻ. തുടക്കത്തിൽ അങ്ങ് വലിയ വരുമാനം കിട്ടിയിട്ട് ചെയ്യേണ്ട ബിസിനസ്സിൽ ഒരു കാരണവശാലും അങ്ങനെയാണ്. നിങ്ങൾ 10 ലക്ഷവും 50 ലക്ഷം മുടക്കുന്ന കച്ചവടം എടുത്തോ, 5 കൊല്ലെടുക്കും ട്രാക്ക് കയറാൻ. 5 കൊല്ലെടുക്കും അതിന്റെ മുതൽ തിരിച്ച് കയ്യിലെത്താൻ. വിജയിക്കുന്നതാണെങ്കിൽ. പരാജയപ്പെടുന്നതാണെങ്കിൽ പോവുകയും ചെയ്തു. ഇവിടെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ. 10-50,000 രൂപയ്ക്ക് പ്രൊഡക്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്താലേ 50,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത 80,000 രൂപ മുതലടക്കം കയ്യിലേക്ക് വരുന്ന സാധനമല്ലേ. ഇനി കട്ടിന്റെ അടിയിൽ ഇട്ടിട്ട് കാര്യമില്ല. 50,000 എടുത്താൽ 5,000 എടുത്തിട്ടും കാര്യമില്ല. കട്ടിന്റെ അടിയിൽ ഇട്ടുകൊണ്ട് കാര്യം. പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ? വേർപ്പിന്റെ അസുഖമില്ലാത്ത ആളുകൾക്ക് വിജയിക്കാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. ഒരു സംശയമില്ല. ഇത് വളരെ സിമ്പിളാ. പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാ. വളരെ സിമ്പിളാ. അത് നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങളെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും അയൽവാസികളും ഇപ്പൊ നിങ്ങളെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, ഒരു കല്യാണം നടത്തുന്നത്, വീട്ടിൽ കൂടുതൽ നടക്കുന്നുണ്ട്. നിങ്ങൾ എത്ര കത്തടിപ്പിക്കും? ചിന്തിക്കും. എത്ര കത്തടിപ്പിക്കും? ഒരു 1000 കത്തറ്റവും ചുരുങ്ങി നിങ്ങൾ സാധാരണക്കാരടിക്കല്ലോ. ഒരു 1000 കത്തടിക്കും. ആ 1000 കത്തടിച്ചു കഴിഞ്ഞാൽ ആ 1000 ആളുകളും നിങ്ങളായിട്ട് ഡയറക്റ്റ് പറയുന്ന ആളുകളായിരിക്കും. ഒന്നിക്കൽ നിങ്ങളെ കുടുംബക്കാരായിരിക്കും, നിങ്ങളെ ഭാര്യയുടെ കുടുംബക്കാരായിരിക്കും, അല്ലെ ഉമ്മേന്റെ കുടുംബക്കാരായിരിക്കും, ഉപ്പേന്റെ കുടുംബക്കാരായിരിക്കും, അല്ലെ അയൽവാസികളുടെ ബന്ധുക്കളായിരിക്കും, അല്ലെ സുഹൃത്തുക്കളായിരിക്കും, അല്ലെ കൂടെ പഠിച്ചവരായിരിക്കും. ഇങ്ങനെ കുറെ ആളുകളുണ്ട്. ഈ ആളുകളെ ലിസ്റ്റ് ഇടി. ഈ ആളുകൾ മുഴുവൻ പല്ല് തെറ്റിയും കുളിക്കുകയും ചെയ്യും. ഒരു സാധനം വാങ്ങിക്കുന്ന ഇടുന്ന ഒരു സാധനം വാങ്ങിക്കുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗ് വഴിയാ, പരമ്പരാഗത കച്ചവടം വഴിയാന്ന്. എല്ലാം എന്ത് ജോലി ചെയ്താലും എന്ത് ബിസിനസ് ചെയ്താലും ഓരോക്കെ കച്ചവടത്തിന്റെ ഭാഗമാണല്ലോ. നാട്ടിൽ നടക്കുന്ന കച്ചവടത്തിന്റെ ഭാഗമാണല്ലോ. സംശയമില്ലല്ലോ. ഒരു വാങ്ങിക്കുന്നതിന് ലാഭം കൊണ്ടുവന്ന് ആരാ? മോഹൻലാൽ, മമ്മൂട്ടി, അമിതാഭ് ബച്ചൻ, ദുൽഖർ സൽമാൻ, പിന്നെ ഹിന്ദുസ്ഥാൻ ലിവർ, പിന്നെ അതേപോലെ ഇടനിലക്കാരായുള്ള കച്ചവടക്കാര്, ഇങ്ങനെ കുറച്ച് ആളുകളിലേക്കല്ലേ ആ സാധനം എത്തുന്നുള്ളൂ. ശരിയല്ലേ? പേസ്റ്റ് ഉപയോഗിച്ചാലോ സോപ്പ് ഈ പറയുന്ന ആളുകൾ മുഴുവൻ നിങ്ങൾ ലിസ്റ്റിലുള്ള നിങ്ങളെ വീട്ടിൽ കൂടലിന് നിങ്ങളെ കല്യാണത്തിന് ക്ഷണിക്കുന്ന ആളുകൾ മുഴുവൻ ഈ പറഞ്ഞ പല്ലേക്കുകയും കുളിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. തലയിൽ എണ്ണ തയ്ക്കുന്ന ആളുകളാണ്. അപ്പൊ അതിന്റെ ലാഭം കൊണ്ടുവന്നാരാ? ഈ പറഞ്ഞ കുറച്ച് ആളുകളാണ്. നേരെ മറിച്ച് അതിൽ കുറച്ച് ആളുകളാ ഇതിലേക്ക്. ഇനി അവർ ഉപയോഗിക്കുന്ന ഉൽപ്പന്നം 100% കെമിക്കൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളല്ലേ, ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഉള്ള ഉൽപ്പന്നങ്ങളല്ലേ, ശരീരത്തിന് അസുഖം വരുത്തുന്ന ഉൽപ്പന്നങ്ങളല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവിടേക്കാണ് നിങ്ങൾ ചാരിറ്റി പോലെ MI ലൈഫ് സ്റ്റൈൽ കൊടുക്കുന്നത്. അവിടേക്കാണ് ചാരിറ്റി പോലെ നിങ്ങൾ വെൽനസ് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത്. അവിടേക്കാണ് ആയുഷ് പ്രീമിയം മാർക്ക് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിങ് ക്വാളിറ്റി, ഒടുക്കത്തെ റിസൾട്ട്, പറയുന്നതിന്റെ മുകളിൽ റിസൾട്ടുള്ള ഉൽപ്പന്നമല്ലേ നമ്മൾ എടുത്തുള്ളത്. പറയുന്നതിന്റെ മുകളിൽ റിസൾട്ടുണ്ട്. നോക്കൂ നിങ്ങൾ. കവചപ്രാശം സത്യത്തിൽ കമ്പനി പറയുന്നത് എന്താ? കവചപ്രാശം ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. ഇത് മാത്രമേ കമ്പനി പറയുന്നുള്ളൂ. നിങ്ങൾ എന്തിനൊക്കെയാ കൊടുക്കുന്നത്? ആസ്മയ്ക്ക് റിസൾട്ട് അല്ലേ, അല്ലേ? അലർജിക്ക് റിസൾട്ട് അല്ലേ? ഇതൊന്നും കമ്പനി പറയുന്നില്ലേ, പക്ഷെ റിസൾട്ട് ആണ്.
എന്റെ വീടിനടുത്തൊരു 70 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീ, അവരെ ഈ ബാലൻസ് ചെവിന്റെ പ്രശ്നത്തിന് അതിന് കഴിച്ച റിസൾട്ടാ. ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യല്ലേ, നിങ്ങൾ ആർക്കും റെക്കമെൻഡ് ചെയ്യ, ചെവി ബാലൻസിന്റെ പ്രശ്നം പോകുമ്പോൾ റെക്കമെൻഡ് ചെയ്യണ്ട. പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടി, ഇത് കമ്പനി പറയുന്നില്ല. അപ്പൊ പറയുന്നതിന്റെ മുകളിൽ ഒടുക്കത്തെ റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ്. ആദ്യത്തെ ഒരു പ്രാവശ്യം ചിലപ്പം വായിലെ വെള്ളം വറ്റിക്കുകയാണെങ്കിലും പിന്നീട് ആജീവനാന്ത ആയുഷ്കാലം മുഴുവൻ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന പ്രോഡക്റ്റുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. അങ്ങനെ സാധനം, അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളെ കയ്യിലുള്ളത്. അതേ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ മുബീൻ മുഹമ്മദ് സാറിന്റെ കയ്യിലുള്ളത്. അദ്ദേഹത്തിന്റെ മാസവരുമാനം 1 കോടിയാ. നിങ്ങളെ മാസവരുമാനം എത്ര ഉണ്ട്? അതേ ഡിസ്ട്രിബ്യൂഷൻ കയ്യിലുള്ള നിങ്ങളെ മാസവരുമാനം എത്ര ഉണ്ട്? അതേ ഡിസ്ട്രിബ്യൂഷൻ കയ്യിലുള്ള നിങ്ങളെ ആഴ്ച വരുമാനം എത്ര ഉണ്ട്? ഇത് ആരുണ്ടാക്കി തരാ? ഉമ്മർ ഉസ്താദ് ഉണ്ടാക്കി തരുമോ? ചില ആളുകളാ ലീഡർമാർ ഉണ്ടാക്കി തരുമെന്ന് വിചാരിച്ചിരിക്കുന്ന പല ആളുകളുണ്ട്. ഞാൻ അങ്ങനെ റഫായിട്ട് പറയല്ല കേട്ടോ. നിങ്ങളൊരു ഒരു ഒരു എന്താ പറയുക, ഒരു സുഹൃത്തിനെ പോലെ കണ്ടാൽ മതി. അങ്ങനെ ചിന്തിക്കരുത്. ഇത് ആരെ ബിസിനസ്? ഇത് അവനവന്റെ ബിസിനസ്സാണ്. ഇതാരുടെ ബിസിനസ്സാ? ഹുസൈൻ സാറിന്റെ ബിസിനസ്സാ അത്. അല്ലെങ്കിൽ ഇത് അഷ്റഫ് സാറിന്റെ ബിസിനസ്, എന്റെ ബിസിനസ്സാ. അബ്ദുൾ റഹ്മാൻ സാറിന്റെ ബിസിനസ്, സാബിറ മേഡത്തിന്റെ ബിസിനസ്സാ. ഇങ്ങനെ ചിന്തിക്കണം. ഇത് ഉമ്മർ സാറിന്റെ ബിസിനസ്സാണ്, റഷീദ് സാറിന്റെ ബിസിനസ്സാണ്, അലി കുലു സാറിന്റെ ബിസിനസ്സാണ്, ധാരാളം സാറിന്റെ ബിസിനസ്സാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഇതിൽ പച്ച തൊടുകയില്ല. നിങ്ങളെ ബിസിനസ്സിനെ വളർത്താൻ നിങ്ങൾക്ക് അവരെ ഉപയോഗിക്കാൻ. യൂസ് ദ ലീഡർ ആൻഡ് ക്രിയേറ്റ് ദ ലീഡർ. യൂസ് ദ ലീഡർ, ലീഡറെ ഉപയോഗിക്കുക, ക്രിയേറ്റ് ദ ലീഡർ. താഴെ നിങ്ങളെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്, പക്ഷെ പ്രവർത്തിക്കണം. വേർപ്പ് നിലത്തുറ്റി കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളെ കുടുംബവും നിങ്ങളെ തലമുറയും രക്ഷപ്പെടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നിങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത്. സംശയമല്ല കാര്യത്തിൽ, സംശയമല്ല. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പ്രവർത്തിക്കാനും. എന്തായാലും നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്ത ആളുകൾ, നിങ്ങളൊക്കെ അസൂയിക്കാതാ. ഉമ്മർ ഉസ്താദിന്റെ ടീമിലല്ല നിങ്ങളുള്ളത്. ഇങ്ങനെയുള്ള ഞാൻ മുമ്പരുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നതല്ല. ഒരു സത്യത്തില് ഞാനും ഉമ്മർ ഉസ്താദൊന്നും ഒരു പരിചയമില്ല. ഞങ്ങൾ 2 മതത്തിൽപ്പെട്ട ആളുകളാ. പക്ഷെ നിങ്ങൾ നോക്കൂ, എന്റെ ഒരൊറ്റ ആള് പോലും ഇതിലില്ല. ഈ മോർണിംഗ് മീറ്റിൽ എന്റെ ഒരൊറ്റ ആള് പോലും ഇല്ല. നിങ്ങൾ ഇനി എത്ര രൂപയ്ക്ക്, 10,000 രൂപയ്ക്ക് കച്ചവടം ചെയ്താലും 10 ലക്ഷത്തിന് കച്ചവടം ചെയ്താലും 1 രൂപേന്റെ ബീവി പോലും എനിക്ക് കയറില്ല. പക്ഷെ എന്നിട്ടും ഞാൻ ഈ 1 മണിക്കൂർ നേരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് സംസാരിക്കില്ല. ആ സൗഹാർദ്ദത്തിന്റെ പേരാണ് സത്യത്തിൽ മതസൗഹാർദ്ദം. പുറത്ത് രാഷ്ട്രീയക്കാർ കാണിക്കുന്നതല്ല. ഇന്നലെ എനിക്ക് വേണ്ടി ഉമ്മർ ഉസ്താദ് 1/2 മണിക്കൂറോളം എനിക്ക് വേണ്ടി സംസാരിച്ച എന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറോട്. ഇങ്ങനെയൊക്കെ എവിടെ കിട്ടും, എവിടെ കാണാൻ കഴിയും? അതൊന്നും വേറെ എവിടെയും കിട്ടില്ല. വേറൊക്കെ പുറമോടിയാ. പക്ഷെ ഇവിടെ ഒരു മുസ്ലിമോ ക്രിസ്ത്യനോ ഹിന്ദുവോ ഏതോ ആയിക്കോട്ടെ, ഓൻ അസോസിയേറ്റും അപ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ അതാണ് സത്യത്തിൽ യഥാർത്ഥ മതസൗഹാർദ്ദം. അപ്പോ നിങ്ങൾക്ക് അഭിമാനിക്കുക. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് വളർന്നു. ഞങ്ങളൊക്കെ വളരെ അസൂയാവഹമായി നോക്കിക്കാണുന്ന ഒരു വളർച്ച സത്യത്തിൽ ഉമ്മർ ഉസ്താദിന്റെ. അദ്ദേഹത്തിന്റെ ടീമിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് വളരുന്ന ഒരു ലീഡറെ ടീമിൽ നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ വേദവാക്യം പോലെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ്സിൽ വിജയിക്കും. അത് ആരൊക്കെ വിജയിക്കും എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോ ഈ 300 ചില്ലാൻ ആളുകളെ കാണുന്ന സമയത്ത് ഒരു മാവിന്റെ മുകളിൽ നിറച്ച് പൂക്കുലുണ്ടായ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ആ പൂക്കുല കുറെ കാറ്റടിക്കുമ്പോൾ കുറെ പൂക്കുൽ തൊയ്യു. ഞാൻ തൊയ്യരുത്, എന്റെ കണ്ണിക്ക് ഉറപ്പുണ്ട് എന്ന് വിചാരിച്ച് നിൽക്കാൻ പറ്റണം നിങ്ങൾക്ക്. അങ്ങനെ വിശ്വാസം വേണം. ആ വിശ്വാസം വേണം, ആ കണ്ണി ഉറപ്പുള്ള വിശ്വാസം വേണം. അങ്ങനെ കുറെ ഉണ്ണി വാങ്ങിയാവും, അതിൽ കുറെ തൊഴിഞ്ഞു പോവും. അതിൽ കണ്ണി ഉറപ്പുള്ള കുറച്ച് മാങ്ങകൾ പിടിച്ചു. അങ്ങനെ 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 എന്താണ് കുറെ കാക്ക കടിച്ചു അല്ലെ, കുറെ ഹൈറിച്ചിലും മറ്റേ മണിച്ചിലൊക്കെ പോയി ഇക്കൂട്ടത്തിൽ പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ചില ആളുടെ, അതാണ് കാക്ക കുത്തി പോകുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുറച്ചെണ്ണം പോയിപ്പോ മനസ്സിലാവുന്നുണ്ടോ? കുറെ എണ്ണം പുഴുവച്ചു ഈഗോ കൊണ്ട്. ഇയാൾ ആരെന്നെ പഠിപ്പിക്കുക, ഇവൻ ആരെന്നെ പഠിപ്പിക്കുക, ഓണത്ര പ്രായണ്ടോ, ഓനെന്താ മനസ്സിലാക്കിയത്? പുഴുവച്ചു. അതിലൊക്കെ വളരെ പരിശുദ്ധമായ മനസ്സുള്ള, മറ്റവനോട് ദേഷ്യമില്ലാതെ, മറ്റവനോട് ഈഗോ ഇല്ലാതെ സ്നേഹത്തോടുകൂടി പെരുമാറുന്ന നല്ല മാമ്പഴങ്ങൾ ഇതിലുണ്ട്. അത് ഞാനായിരിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. അത് നിങ്ങൾ ഓരോരുത്തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചാൽ ഒരു സംശയമില്ല, നിങ്ങളൊക്കെ ബിസിനസ്സിൽ വിജയിച്ചിരിക്കും.
അങ്ങനെ എല്ലാ ആളുകൾക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇത്രയും നേരം സഹിച്ച ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.